Good afternoon to all. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Yeah, start ചെയ്യാം നമുക്ക്. Okay. Okay, let's start with prayer. ആരാ prayer ആരാ ചൊല്ലാം? Okay, prayer ചൊല്ലോ ആരെങ്കിലും? ആരാ prayer ചൊല്ലാം? Okay, Miss, I'll do. Okay. Dear God and Father of all, thank you for today. Thank you for ways in which you provide for us all, for your protection and love. We thank you. Help us to focus our heart and minds now on what we are about to learn. Inspire us by your Holy Spirit. And we listen and write. Guide us by your internal light as we discover more about the world around us. We ask in the name of God. Amen. Okay. Sure. Then, word of the day. I'm ready, teacher. Okay. I'm Sabira. Today talks, the future belongs to those who believe in the beauty of their dreams. Meaning, believing in your dreams gives you the motivation and power to work toward them, leading to a brighter future. Thank you. Yes. Okay. Yeah. Then, how are you all? Have you had your lunch? No, Miss. Nombu. Oh, no, you sorry. അല്ല എപ്പോഴും മറന്നു. ഓക്കെ. വേറെ ആരെങ്കിലും നോമ്പില്ലാത്തവര് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചോ? അതെ, എപ്പോഴും ചോദിച്ചത് നമ്മുടെ യൂസ്ഡ് ആയി ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ വരും. ഓക്കെ, എല്ലാ ക്ലാസ്സിൽ കയറുമ്പോഴും തന്നെയാ ചോദിക്കാം. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോയി ചോദിക്കും, ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ച് കഴിച്ചു ചോദിക്കും. ഇപ്പൊ നമുക്ക് തിരിച്ച് റിപ്ലൈ വരും, നോമ്പാണ് ചെയ്തത്. എത്ര ക്ലാസ്സിൽ കേട്ടാൽ ഞാൻ ഓർക്കേയില്ല, അത് മറന്നു. അത് ഇവിടെയും സംഭവിച്ചു. ഓക്കെ, പിന്നെ എന്തെങ്കിലും വിശേഷം? സുഖാണോ? സുഖം. സുഖം. മിസ്സിന് സുഖാണോ? എന്താ എനിക്കെന്താ മിസ് കഴിച്ചാ? പിന്നെ ഇല്ല. ഓക്കെ, പിന്നെന്താ, നിങ്ങൾ ഇന്റേൺഷിപ്പിനൊക്കെ പോയിരുന്നോ? ഞാൻ പോയില്ല മിസ്. പോയില്ല? എന്ത് പറ്റി? മൊഡ്യൂൾ 1 തീർന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, ടൈം ഉണ്ടല്ലേ? എന്തോ പോയിട്ടുണ്ടായിരുന്നു, ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഞാനേ നിങ്ങൾക്ക് ഒരു ടോപ്പിക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നത് പ്രസന്റ് ചെയ്യും. ഇതുവരെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടേയില്ല അല്ലേ? ഫുൾ ടൈം ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ അന്നേരം കംപ്ലീറ്റ് ആകും. ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ്. എന്തോ കോമൺ ആയിട്ടൊരു ടോപ്പിക് തന്നിട്ട് അതിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ, ചെയ്യോ? എല്ലാവരും ചെയ്യോ? ഓക്കെ മിസ്. Yes, Miss. ഓക്കെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. കുറച്ചു പേരൊന്നും ഉണ്ടേയില്ല. റെസ്പോണ്ട് ചെയ്യൂ നിങ്ങള്. യെസ് മിസ്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ ഇതുവരെയും ടോപ്പിക് പ്രസന്റേഷനോ കാര്യങ്ങളോ ഇതുവരെയും ചെയ്തിട്ടില്ല. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് കുറച്ചു നേരം ഇത് സംസാരിച്ചിട്ടേ ഇല്ല. ഫുൾ ടൈം ക്ലാസ് ആണ് അല്ലേ? അല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? സംസാരിക്കണോ അതോ ക്ലാസ് എടുക്കണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. സംസാരിക്കാം മിസ്. സംസാരിക്കാം. ഓക്കെ ആണ് എല്ലാവർക്കും? ബോറടിക്കോ?
ആ ബോറിംഗ് ആയിരിക്കോ സംസാരിച്ചാല്? എന്താ മിണ്ടാത്തേ? റിപ്ലൈ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെയാണ്? ക്ലിയർ ആയോ? സ്റ്റേറ്റ്മെന്റ് വൈസ് നമ്മൾ ചെയ്ത റിപ്പോർട്ട് സ്പീച്ച് ആക്ടിവിറ്റീസ് ചെയ്തു. ക്ലിയർ ആണോ അത്? ആണ് മിസ്സേ. ക്ലിയർ, എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, miss. Yes, miss. Yes, miss. Yes, miss. ക്ലിയർ ആണ്. ഓക്കെ, then സംസാരിക്കണോ? സംസാരിക്കണമെങ്കിൽ ഞാൻ ടോപ്പിക്കിലേക്ക് പോകും. സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. എന്താണ് ഒപ്പീനിയൻ? എന്തൊന്നും മിണ്ടാത്തേ? ഒന്നുമില്ല. പറയൂ. യെസ് ഓർ നോ? സംസാരിക്കണോ വേണ്ടേ? യെസ് ഓർ നോ? നോ ആണെങ്കിലും പറയാം. നോ പറയാനും നമ്മൾ പഠിക്കണ്ടേ? യെസ് മാത്രം പറഞ്ഞാൽ മതിയോ? നോ അതും പറയണം. അത് കോൺഫിഡൻസോട് കൂടി നമ്മൾ പറയണം. കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയണം. ഓക്കെ, സോ ടെൽ മീ യെസ് ഓർ നോ? യെസ് അല്ലെങ്കിൽ നോ പറയൂ. റെസ്പോൺസ് ഇല്ലാതെ ഇരിക്കരുത്. ക്ലാസ് എടുക്കണോ വേണ്ടേ? കേൾക്കുന്നുണ്ടോ? ആ അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? മിസ്സേ, എന്റെ അഭിപ്രായം ഇപ്പൊ ക്ലാസ് എടുക്കുക, എന്നിട്ട് ടോപ്പിക്ക് തരിക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കാം. അയ്യോ, ആ സംസാരിക്കണമെന്നല്ലോട്ടോ ഞാൻ ചോദിച്ചേ. കാഷ്വൽ ആയിട്ട് എനിക്ക് സംസാരിക്കണോ എന്നാണ്. ഇംഗ്ലീഷ് ഓ, അല്ല, ഇംഗ്ലീഷ്. That's always you are doing. Okay, okay, we are. ഓക്കെ മാം, സംസാരിക്കാം. എന്നും ക്ലാസ് അല്ലേ, ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. അതാണ് ഞാൻ പറയുന്നത്. ഫുൾ ടൈം ക്ലാസ്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യങ്ങൾ വിചാരിച്ചതാണ് ഉണ്ടാതിരുന്നേ. ഞാൻ കാഷ്വൽ ആയിട്ട് ചുമ്മാ എന്തെങ്കിലും കാഷ്വൽ ടോക്ക് ചെയ്യാലോ എന്ന് ഞാൻ വിചാരിച്ചത്. അത് ഓക്കെയാണോ? മലയാളം ഓക്കെ? അപ്പൊ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെ പറ്റി സംസാരിക്കൂ. എങ്ങനെയൊക്കെയുണ്ട്? എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ആയി മീറ്റ് ചെയ്തപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എല്ലാവരും അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെയും ഒന്നും സംസാരിച്ചിട്ടില്ല. ഫുൾ ക്ലാസ് മാത്രം. ഓക്കെ, ഓരോരുത്തരായിട്ട് പോയി തുടങ്ങും. ബോറിംഗ് ആണെങ്കിൽ പറയട്ടോ, ഞാൻ ക്ലാസ് എടുക്കാം. ആരും ലീവ് ചെയ്ത് പോകണ്ട. ഓക്കെ, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാം. മാം ഫസ്റ്റ് മാമിനെ കുറിച്ച് പറയും, അപ്പൊ അതേപോലെ എല്ലാരും ഓരോരുത്തർ പറയുമല്ലോ. എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കും, ഞാൻ പറയാം. മാമിന്റെ ഫാമിലി എവിടെയാണ് സെറ്റിൽ? എന്റെ ഫാമിലിയോ? ഫാമിലി ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോളുണ്ട്, പിന്നെ അച്ഛൻ, അമ്മ. മാമിന്റെ പ്ലേസ് എവിടെയാ? എന്റെ പ്ലേസ് എറണാകുളത്ത്. എറണാകുളത്ത്. ഓക്കെ മാം. ഓക്കെ, മോൾ എന്തെടുക്കുന്നു? മോള് കുഞ്ഞല്ലേ, 4 വയസ്സായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ അതോ വെളിയിലാണോ? ഹസ്ബൻഡ് പുറത്താണ്. എവിടാ? ഹസ്ബൻഡ് ദുബായിലാണ്. ഓക്കെ. ഇനി നിങ്ങൾ പറയും, tell me about yourself. ക്ലാസ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? സോറി, കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നത്? അതിനെ കുറിച്ചിട്ടൊക്കെ പറയൂ. ലൈഫ് സംതിങ്. ഓക്കെ, കാരണം ഇതിപ്പോ ചോദിക്കാൻ കാരണം വേറൊന്നല്ല കേട്ടോ.
നമ്മള് ഇപ്പൊ ഈ ചാപ്റ്റർ 11th ചാപ്റ്റർ റിപ്പോർട്ട് സ്പീച്ച് കുറച്ച് ടഫ് ആയിരുന്നു, സ്റ്റേറ്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയും ഞാൻ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല എടുക്കാം, പക്ഷെ ഇത് കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അത് വേറൊന്നുമല്ല, പെട്ടെന്ന് തീരും, ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഇംപറേറ്റീവിൽ നിന്നും അധികം ഒന്നും വരാൻ ചാൻസ് ഇല്ല. സിമ്പിൾ ആണ്, എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, എക്സ്പ്ലനേഷൻ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ ആണെങ്കിൽ സിമ്പിൾ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. ഓക്കെ, അതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? ഓക്കെ, ഉഷ സ്റ്റാർട്ട് ചെയ്യും. ഉഷ ക്ലാസ്സില് കുറച്ചുകൂടെ ആക്റ്റീവായ സ്റ്റുഡന്റ് ഉഷയാണ്. എന്ത് സംസാരിക്കാനാ മിസ്? ഞാൻ മാരീഡ് ആണ്, 2 പിള്ളേരുണ്ട്. എന്റെ ഹസ്ബൻഡ് നാഗാലാൻഡിലാണ് ജോലി ചെയ്യുന്നു. ഞാനും നേരത്തെ അവിടെ ആയിരുന്നു, ഇപ്പൊ കുറച്ചു നാളായിട്ട് വീട്ടിലുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു, ഇതൊക്കെ ഉള്ളു. എവിടെയാ സ്ഥലം? എവിടെയാ? പന്തളം, പത്തനംതിട്ട പന്തളം. അപ്പൊ എങ്ങനെയുണ്ട് മോണ്ടിസോറിൽ ചേർന്നിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം എന്തൊക്കെയാണ് ചേഞ്ചസ്? എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ 5-6 മാസം പഠിച്ചില്ലേ, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ ഒരുവിധം ഭേദമായിട്ട് മനസ്സിലാക്കി. കൊള്ളാം. ചേർന്നത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? പിന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലേ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനേ ഉള്ള എല്ലാ ക്ലാസ്സിലും അറ്റൻഡും ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യുന്നതും അതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടല്ലേ, അല്ലേ ഇത് അറ്റൻഡ് ചെയ്യോ? കൊള്ളാം, എല്ലാം കൊണ്ടും നമുക്കൊരു കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് തന്നെയാണ്. ഓക്കെയാണ്. ഇല്ലില്ല, ബോറടിക്കാന്ന് പരിപാടിയില്ല. ഇതേപോലെ പറയൂ എല്ലാവരും. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ പറയോ ആരെങ്കിലൊക്കെ? Hi, ma'am. I'm Saifunisa from Malappuram. I'm married. 3 കുട്ടികളുണ്ട്. മോള് PG ചെയ്യുന്നു, മോന് 10th-ലാണ്, +1 ആണ് വലിയ മോന്, ചെറിയ മോന് 6th പഠിക്കുന്നു. ഞാൻ വീട്ടിലിങ്ങനെ ട്യൂഷൻ എടുത്തിരുന്നു. അപ്പൊ ഇങ്ങനെ അതിൽ നിന്നും ഇങ്ങനെ ഇതൊരു ഇഷ്ടം തോന്നി, അങ്ങനെ ഇതിലേക്ക് വന്നത്. ഇപ്പൊ ഒരുപാട് ഈ കോഴ്സ് കൊണ്ട് ഒരുപാട് ഉപകാരമാണ്. സംസാരിക്കാൻ പഠിച്ചു കാര്യമായിട്ട്, അത് തന്നെ. ഇപ്പൊ പേടിയില്ലാതെ എന്തിന്റെ മുന്നിലും സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇനി സ്കൂളിൽ ഇന്റേൺഷിപ്പിന് പോയി നോക്കണം. ഇപ്പൊ എക്സാം ആയതുകൊണ്ട് ഇപ്പൊ വരണ്ടാന്ന് പറഞ്ഞതാണ് അവര്, ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ഇനി മൊഡ്യൂൾ 1 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഉഷ ടീച്ചറും പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ജിഷ മിസ്, അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി സ്കൂൾ ഓപ്പൺ ആയിട്ട് പോവാന്ന് കരുതി. ഓക്കെ മാം. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ട് ക്ലാസ്? മീൻസ് ക്ലാസ് നല്ല ഉഷാറാണ്, കുഴപ്പമില്ല. എല്ലാ ക്ലാസ്സും ഇഷ്ടാണ്. ഇല്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. കുറച്ച് ദിവസം ക്ലാസ് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ പുറത്തു പോയിരുന്നു, ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയിരുന്നു. അപ്പൊ ഇപ്പൊ 2ാമത് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇപ്പൊ കയറൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാല് മനസ്സിലാവുന്ന അറിയില്ല കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് പൊതുവെ ഇംഗ്ലീഷ് റെക്കോർഡ് ക്ലാസ് ഇങ്ങനെ മനസ്സിലാവാറില്ല. കാരണം കൂടുതൽ ഇന്ററാക്ഷൻ ആയതുകൊണ്ടും നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നതും ടെക്സ്റ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഞാൻ ചോദിക്കാം മാം, 3 ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് മിസ്സായിട്ടുള്ളൂ. അത് ഞാൻ ഇനി ഒന്നും കൂടെ കാണാനേ ഉള്ളൂ, ബാക്കിയെല്ലാം കണ്ടു. കഴിഞ്ഞ ആഴ്ച കയറിയിരുന്നു, അതിന്റെ മുന്നത്തെ ആഴ്ചയും കയറിയിരുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ആയില്ലെങ്കിൽ അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ 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 മാം. ഓക്കെ,
താങ്ക് യു. നെക്സ്റ്റ് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയാ? ഞാൻ പറയാം മിസ്. ഓക്കെ, രചന പറയൂ. എൻ്റെ പേര് രചന. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞാണ് 2 കുട്ടികൾ ഉണ്ട്. മൂത്ത മോന് 8 വയസ്സ്, 2ാം ക്ലാസ് പഠിക്കുന്നു. ഇളയ മോള് 3 വയസ്സ്. ഇപ്പൊ ചെറുങ്ങനെ അംഗനവാടിയിൽ വിട്ടു തുടങ്ങി, 3 വയസ്സായിട്ടേ ഉള്ളൂ. പിന്നെ ഈ ഒരു ക്ലാസ് കൊണ്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാല്, ഞാൻ വല്ലാണ്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു മോനോട് പഠിപ്പിക്കാനിരിക്കുമ്പോഴൊക്കെ. അങ്ങനെ പഠിക്കും ഇങ്ങനെ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഈ ഒരു ക്ലാസ് വന്നതിന് ശേഷം ജിസാ മിസ് പറഞ്ഞു തന്നു കുറെ ടിപ്സ്. കാരണം കുട്ടികളോട് ദേഷ്യം പിടിച്ച് പറഞ്ഞാൽ അവര് പഠിത്തത്തിനോട് ഇഷ്ടം കാണിക്കില്ല, അതാവില്ല ഇതാവില്ല എന്നൊക്കെ. അപ്പൊ ഞാനിപ്പോ കുറെ ദേഷ്യം, നീ പഠിക്കുന്നില്ല പഠിക്കണ്ട, നീ കുറെ കഴിയുമ്പോൾ പഠിക്കുന്നു പറഞ്ഞാൽ അങ്ങ് എണീച്ചു പോകും. ആദ്യം അങ്ങനെയല്ലേ, 2 കൊടുത്തിട്ട് ഞാൻ പറയാം അവിടെ ഇരിക്കുക, ഇത് പഠിച്ചിട്ട് എണീച്ചാൽ മതിയെന്ന്. പക്ഷെ അവൻ എന്നെ പേടിയില്ലാത്തോട്ടാ. ആദ്യം ഞാൻ പഠിക്കുന്നു പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ പേടിയൊന്നുമില്ല. പക്ഷെ എന്നെ കുറെ ദേഷ്യം ഞാൻ എവിടേക്കോ വിട്ട് കളഞ്ഞതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഓനോടുള്ള ഒരു പഠിപ്പിക്കാൻ ഇരിക്കുമ്പോഴുള്ള ഒരു ഇതങ്ങ് ഞാൻ വിട്ട് കളഞ്ഞതിൻ്റെ അങ്ങനെ ഒരു ചേഞ്ച് വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം മോനിപ്പോ പഠിക്കാതിരിക്കുകയൊന്നുമില്ല, പക്ഷെ പേടിയൊന്നുമില്ല. പക്ഷെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ ഇരുന്നിട്ട് അവിടെ പഠിക്കുകയായിരുന്നു. ഇപ്പൊ അവന് തോന്നുന്ന സമയത്ത് പഠിച്ചിട്ട് അമ്മ ഇത് റെഡിയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി തന്നെയാന്ന് പറയും. ഈ ഒരു ചേഞ്ച് വന്നു. പക്ഷെ നല്ലൊരു ക്ലാസ് ആണ്. പക്ഷെ ഫുൾ ടൈം എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റലില്ല. പിന്നെ കേറുന്ന സമയത്ത് എല്ലാവരുമായിട്ട് നന്നായിട്ട് വർത്താനം പറയാൻ ശ്രമിക്കാറുണ്ട്. കുറെ വർത്താനം പറയാൻ പറ്റുന്നുണ്ട്. ഉഷ ചേച്ചിയാണ് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ. എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സംസാരിക്കുക. അതുപോലെ ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ക്ലാസ് ഒക്കെ മിസ്സാകുമ്പോൾ അവരോട് 2 ചോദിക്കുക. പിന്നെ നമ്മളിപ്പോ ക്ലാസ് ഒക്കെ മിസ്സായാല് നോട്ട്സിന് ചോദിക്കുമ്പോൾ ചിലർ നോട്ട്സ് എഴുതാറില്ല. ഇതിൽ കൂടുതലാളും അയ്യോ ഞാൻ എഴുതിയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയും. പക്ഷെ നമുക്കിപ്പോ എല്ലാ ക്ലാസ്സിനും എല്ലാവർക്കും കയറാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഒക്കെ കയറുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇതാവില്ലേ. അപ്പൊ അങ്ങനെ റെഗുലർ ആയിട്ട് ക്ലാസ് കയറുന്നവര് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ നോട്ട് ടീച്ചർ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് ടെസ്റ്റ് മെസ്സേജ് അല്ലേ ഇംഗ്ലീഷിന്റെ സെക്ഷൻ വരുന്നത്, അങ്ങനത്തെ നോട്ട് കറക്റ്റ് നമുക്ക് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ കയറാത്തവർക്കും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എല്ലാവർക്കും നോട്ടിന്റെ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അടിപൊളിയാണ് ക്ലാസ്. മോൻ എത്രയിലാ പഠിക്കുക? മോൻ 2ാം ക്ലാസ്സിൽ. ആഹാ, ആ മോനോടാണ് പഠിക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് പഠിക്കുന്നു. സ്കൂൾ ടോപ്പർ ആയിരുന്നു. അപ്പൊ ഇപ്പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ. 2-3 മാർക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ അത് ഞാനിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടായില്ലേ കാണായിരുന്നു എന്ന്. പക്ഷെ അധികം ഫോഴ്സ് ചെയ്യരുത് കേട്ടോ. അവരെന്തിനാ എത്ര ചെറുപ്പം നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്? അവൻ പഠിക്കാൻ ഇഷ്ടത്തിന് പഠിക്കട്ടെ. എല്ലാം ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ അവന്റെ അച്ഛൻ ബാക്കി എല്ലാവരും ഫ്രീ ആണ്. എന്റെ ഏട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളായിട്ടില്ല, 6 കൊല്ലായി. അപ്പൊ ഞാൻ ജോലിക്ക് പോയ സമയത്ത് എന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ പുന്നാരിച്ച് ഇവിടെ ആണെങ്കിലും വേറെ മോനില്ലാത്തോണ്ട് അങ്ങനെ ഒരു മോന് മാത്രമായിരുന്നു. പിന്നെ അവനെ കഴിഞ്ഞ് 6 വർഷമായിട്ടാണല്ലോ ഇളയ മോളുണ്ടാവുന്നേ. അപ്പൊ അതുവരെ എല്ലാരും ഇങ്ങനെ ഓമനിച്ച് ബാക്കി എല്ലാരും ഓന്റെ ഒരു ഇതിലല്ലേ. അപ്പൊ ഞാനെങ്കിലും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിക്കണ്ടേ, അങ്ങനെ നിന്നാളാ. അല്ലെങ്കിൽ അമ്മമാര് പൊതുവെ സ്ട്രിക്റ്റാ. ഞാനൊക്കെ സ്ട്രിക്റ്റ് ആണ്. അങ്ങനെയല്ല, സ്ട്രിക്റ്റ് ആവേണ്ടിട്ട് താകും, പക്ഷെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യില്ല. ഫോഴ്സ് മീൻസ് പഠിക്ക് എന്ന് പറഞ്ഞാല് അത് നമ്മൾക്കും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ അമ്മമാര് പഠിക്കുന്നു പറയുമ്പോൾ എപ്പോഴും പഠിത്തം അല്ലേ. അപ്പൊ നമ്മളെ ഒന്ന് ആലോചിച്ചാൽ മതി. അതൊരു ആകെ നമ്മൾ 1/2 മണിക്കൂറല്ലേ ഇരിപ്പിക്കുള്ളൂ. ആ സമയത്ത് അത് പഠിക്കൊന്നുമില്ല. അപ്പൊ അവൻ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനത് ഇങ്ങനെ പഠിക്കും, നീ അത് പഠിച്ചിട്ട് എണീച്ചാൽ മതി. എന്നിട്ട് എത്ര പ്രാവശ്യം ഒരു ടോയ്ലറ്റിൽ പോകുന്ന ആകെ ഒരു 1 hour ഇരിക്കുള്ളൂ. അതിൽ പറയും അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യാമ്മ, ഇപ്പൊ വരാവേ, ഇപ്പൊ അങ്ങനെ പറഞ്ഞു എണീച്ചോ. പിന്നെ ഒരു 2-3 പ്രാവശ്യം ടോയ്ലറ്റിൽ പോയിട്ട് വരേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ പോസ് ചെയ്യാത്ത ഇപ്പൊ ഇരിക്കുന്ന ഞാൻ നിർബന്ധമായിട്ട് പറയും. ഞാൻ എണീച്ചങ്ങ് പോകുന്നോണ്ട് ഇപ്പൊ എന്ത് ചെയ്യും, ആദ്യം യൂറിനൊക്കെ പാസ് ചെയ്ത് വന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ടിരുന്ന് പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയും ഇത് ശരിയാണോന്നൊന്ന് നോക്കണേ, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്. അങ്ങനെ പറയാ. ഇപ്പൊ അവൻ പറയാ അമ്മ ഇനി പഠിപ്പിക്കാൻ പോയ എന്തായിരിക്കും കുട്ടികളെ അവസ്ഥ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ഇൻട്രസ്റ്റോടെ പഠിക്കണം. അപ്പൊ ആ രീതിയിൽ പഠിപ്പിക്കാൻ നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ നോക്കാം. അപ്പൊ ഇപ്പോ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഇതായിട്ടില്ല. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്.
ഞാൻ കുറച്ചുകൂടെ ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്, ബോറടിക്കില്ല. പൊതുവെ ഗ്രാമർ ക്ലാസ്, ഞാൻ പഠിച്ച എല്ലാ ഗ്രാമർ ക്ലാസ്സും എനിക്ക് ബോറിംഗ് ആണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫുൾ നമുക്ക് തിയറീസും അത് കറക്റ്റാ മിസ്. ഗ്രാമർ പഠിക്കുമ്പോഴേ നമുക്ക് ആകെ ബോറടിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ആ ഒരു പേടി സ്വപ്നം, ഗ്രാമർ എന്ന് പറയുന്ന സാധനം ടഫാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നാൻ കാരണം നമ്മൾ അങ്ങനെ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ ആ ബോറിംഗ് അല്ലാത്ത രീതിയിൽ നമ്മൾ മാക്സിമം പഠിപ്പിക്കാൻ നോക്കിയാല് അതെ ഇത് ആരായാലും പഠിക്കുമല്ലോ, കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും പഠിക്കും. പിന്നെ നമുക്ക് ആ ടൈമിൽ ക്ഷമയുണ്ടോന്ന് അറിയില്ല കേട്ടോ. വേറൊരു കാര്യമുണ്ട്, അമ്മമാര് എത്ര പഠിപ്പിച്ചാലും മക്കൾ പഠിക്കില്ല. കാരണം അതാ മിസ്സേ കാര്യം. കാരണം നമ്മുടെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടും, പക്ഷെ വേറൊരു കുട്ടികളോട് പോയിട്ട് നമ്മൾ ദേഷ്യപ്പെടില്ലല്ലോ. അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് ഞാൻ വന്നിട്ട് അവർക്ക് ഞാൻ പറയാം, എന്റെ അമ്മ എന്താ അജിനേച്ചി ഇങ്ങനെ പറഞ്ഞു തരാത്തെ, അജിനേച്ചി പറഞ്ഞു തരുമ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ എന്റെ മോനോട് ഞാൻ ഇത് 100 പ്രാവശ്യം പറഞ്ഞാല് അവൻ അത് ചെവിക്കൊള്ളില്ല. അതാണ് അവന്റെ പ്രശ്നം. ഞാനിങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷ് അഡ്വർടൈസ്മെന്റിന്റെ സൗണ്ടിലൊക്കെ പറഞ്ഞ് അവന് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് വായിക്കും നല്ലോണം. പക്ഷെ മലയാളം, അയ്യോ മലയാളം വായിക്കുന്ന കേട്ടാൽ ഇത് ഏത് ക്ലാസ്സിലെ കുട്ടിയാന്ന് ഇങ്ങനെ ആലോചിക്കും. തായ്ക്ക് വള്ളിയിട്ട തീ അങ്ങനെയൊക്കെ പറഞ്ഞാ വായിച്ചു വരാം. മലയാളം വായിക്കുന്ന അറിയേയില്ല. അതിനാണ് വിറ്റ് ഞങ്ങൾ തമ്മിൽ പടി ഉണ്ടാക്കുക. ഞാൻ പറയും, നീ ഒരു 5 പ്രാവശ്യം ഒരു ലെറ്റർ, ഒരു സെന്റൻസ് ഉണ്ടാവില്ലേ, ആ സെന്റൻസ് മൊത്തമായിട്ട് അങ്ങ് എഴുതിക്കും. ഒരു പാരഗ്രാഫിൽ ഒരു 5 ലൈനാണ്, 5 ലൈൻ. അതിൽ 5 ലൈൻ അങ്ങ് എഴുതിയിട്ട് അത് നീ ഒന്ന് വായിച്ചു പഠിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ പഠിക്കണം. അങ്ങനെ പറഞ്ഞാൽ പോലും അവന് മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനും അവനും തമ്മിലാണ് അടിയുന്നത്. അതങ്ങനെയാണ്. ഞാനൊരു മോളെങ്കിലൊക്കെ പറയുമ്പോ കേക്കില്ല, കേക്കില്ല. വേറെ എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് പഠിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മമാരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവരൊക്കെ അവരത് സീരിയസ് ആക്കി എടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ദേഷ്യം പിടിക്കുമ്പോ വിചാരിക്കും നമ്മുടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ്. പക്ഷെ അവന്റെ അച്ഛൻ 2 മിനിറ്റ് അവനെ പഠിപ്പിക്കാൻ വന്നിരിക്കുമ്പോ, എല്ലാം മോനെ നിനക്ക് ഇത് പറഞ്ഞു തന്നിട്ട് മനസ്സിലാവാത്ത ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയും. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ആർക്കും മനസ്സിലാവില്ല. നമ്മള് കുറെ കഷ്ടപ്പെട്ട, പക്ഷെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയാൽ വേഗം പഠിക്കും. അതാ ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു രീതി അവരോട് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പറയുന്നത്, എന്റെ മോൾ അങ്ങനെയല്ല, പുറത്തിറങ്ങിയ ആള് ഡീസന്റ്, പക്ഷെ വീട്ടിൽ ആള് വയറുണ്ട്. എല്ലാവരും അങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെയല്ലേ. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോ ഓക്കെ ചെയ്യും, മാക്സിമം ഫ്രീഡം ആണ്, പുറത്തോട്ട് പോകുമ്പോൾ അറിയുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? നീ ആരാ സംസാരിക്കാ? പറയൂ. എന്റെ പേര് ഫാത്തിമ. ഹായ് മാം. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. ഹസ്ബൻഡിന്റെ സ്ഥലം പാലക്കാടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹസ്ബൻഡ് സൗദിയിലാണ്. എനിക്ക് 2 മക്കളാണ്. ഇളയ മോൾക്ക് 2 വയസ്സായി, മൂത്ത ആൾക്ക് 5.5 വയസ്സായി. അവള് ഇവിടെ സ്കൂളിൽ അടുത്ത് തന്നെയാണ്, 2 കിലോമീറ്റർ ഉള്ള ഒരു CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ തന്നെയാണ് ഞാൻ ഇന്റേൺഷിപ്പിനും പോയത്. എൻ്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെന്താ, ഞാൻ BCom ഡിസ്റ്റന്റ് ആയിട്ട് BCom ചെയ്യുന്നുണ്ട്, BCom ഫിനാൻസ്. നെക്സ്റ്റ് മന്ത് എൻ്റെ ഫൈനൽ എക്സാം ആണ് BComന്റെ. ഒക്കെ തന്നെ. ഓക്കെ, അപ്പൊ രണ്ടും കൂടിയാണ് കൊണ്ടുപോകുന്നല്ലേ? അതെ, അപ്പം PG ആണ്. അപ്പം മോണ്ടിസോറി PG ഡിപ്ലോമയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലേ നമ്മുടെ ഇതിന്റെ എക്സാമും വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് PG ഡിപ്ലോമയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ കോഴ്സിൽ ചേർന്നതിന് ശേഷം? കോഴ്സിൽ ചേർന്നതിന് ശേഷം ഈ അജിനെ പറഞ്ഞ പോലെ പൊതുവെ ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്. സ്കൂളില് കോഴ്സിന് ചേർന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റേൺഷിപ്പിന് പോയി തുടങ്ങിയതിന് ശേഷം എനിക്കൊന്ന് എൻ്റെ ആങ്കർ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇവിടെ 2 പേരും കൂടെ ചില സമയത്ത് തല്ലുപിടിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കിട്ടില്ല. നമ്മള് ചിലപ്പോ സമാധാനത്തിൽ പറഞ്ഞാൽ തീരാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ എൻ്റെ സൗണ്ട് ഓട്ടോമാറ്റിക്കലി റേസ് ആയി പോകും. എനിക്ക് അത് പിടിച്ചു നിർത്താൻ അറിയില്ലായിരുന്നു. പക്ഷെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വടിയെടുക്കാൻ പറ്റില്ല, കുട്ടികളുടെ അടുത്ത് ഒച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇത് വരുന്ന കാരണം സ്വാഭാവികമായിട്ട് അവരുടെ അടുത്തൊന്ന് ഒതുങ്ങി നിന്ന് ഇപ്പം ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്ലാസ്സസ് പൊതുവെ എല്ലാ ക്ലാസ്സിലും, ഞാനിപ്പം ഇന്റേൺഷിപ്പിന് പോയ ടൈമിൽ മാത്രം ക്ലാസ്സിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ടില്ല. അല്ലാതെ പൊതുവെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ടും ക്ലാസ് നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോ നമ്മുടെ അങ്കർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, യാ, ഓക്കെ ഫാത്തിമ. ഇനി നൈസി എന്നാണ് പേര്. നൈസി ഓ നൈസി? നൈസ് മാം, നൈസി. പറയൂ. മാം, ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ്. ട്രിവാൻഡ്രം ആറ്റിങ്ങൽ എന്ന് പറയും. ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാരീഡ് ആണ്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ 5th-ലും ഒരാൾ 3rd സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. പിന്നെ കോളേജ് ലൈഫ് ഞാൻ 2nd ഇയർ വരെ പോയിട്ടുള്ളായിരുന്നു. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ടൈമിലായിരുന്നു മാരേജ്. പിന്നെ പഠിക്കാനേ പോയിട്ടില്ല. ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പം ഈ ഒരു ക്ലാസ്സിൽ കയറുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഒരുപാട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ക്ലാസ്സിൽ കയറന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ഏജ് ആയല്ലോ. എനിക്കിപ്പോ 35 ഏജ് വേറെ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് ഏജ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ മക്കള് പറയില്ല ഉമ്മി, പിന്നെ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും പറയും ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഞാനും എന്റെ മനസ്സിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ തന്നെ കാരണം. പിന്നെ ഇപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഞാൻ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലും ഞാൻ സ്മാർട്ട് സ്ട്രീയിൽ തന്നെ അതിലും ജോയിൻ ചെയ്തു. ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത ബാച്ചിൽ മാം. ന്യൂ ബാച്ചിൽ ഉണ്ട്. ഇപ്പൊ ഭയങ്കര മുന്നേ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്താണ് ബെസ്റ്റ് സ്റ്റുഡന്റിൽ ഞാനും ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ മാരീഡ് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് സൗദിയിൽ സെറ്റിലായി. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ പഠിക്കാനുള്ള ആ ഒരു ഇതങ്ങ് പോയി. പിന്നെ നാട്ടിൽ വന്നിട്ട് പഠിക്കാൻ പറഞ്ഞപ്പോഴും പിന്നെ അത് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയപ്പോഴ് പിന്നെ അതിനോടൊരു ഒരിതും ഇല്ലാതായി. അങ്ങനെ ഇപ്പോഴും പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു മോണ്ടിസോറിയുടെ ഇത് വന്നപ്പോഴത്തേക്കാണ് അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഭയങ്കര മാറ്റമാണ്. കാരണം ഞാനിപ്പം ചെറിയ കുട്ടികൾ ആ ഒരു ലെവലായി. പഠിക്കണം, എഴുതണം, ആ ഒരു അങ്ങനെയായി. ഒരുപാട് മാറ്റം എന്റെ ലൈഫിൽ എന്റെ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് മാറ്റമായി. ഇതൊക്കെ തന്നെ. എക്സ്ക്യൂസ് മീ, 35 ആണോ വലിയ ഏജ്? അതെ, ഞാൻ എന്റെ കൺസെപ്റ്റില് ഞാൻ വിചാരിക്കുന്നത് അയ്യോ 35 വയസ്സെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വലിയ ഏജ് ആയിട്ടാണ് ഞാൻ കരുതി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അല്ല, ഏജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്പർ ആണെന്ന് മനസ്സിലായി. ഇപ്പൊ 55 കഴിയുമ്പോ ഞാനിപ്പോ ഇവിടെ കുഞ്ഞുങ്ങളെ പോലെ ഇരുന്ന് പഠിക്കുക. അതെ, അതെനിക്ക് ഉഷ ചേച്ചിയാണല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരാള്. അങ്ങനൊന്നും പറഞ്ഞു പഠിക്കാതെ എന്തോ വലുതാ. ഞാൻ ചുമ്മാ കിടന്ന് വേളം വെക്കുന്നതാ. അതെ, എന്നാലും ഉഷ ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം. കാരണം ഉഷ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോ ചേച്ചിയാണ് നമ്മുടെ മോട്ടിവേറ്റർ. പിന്നെ 56, 57 വയസ്സാകുന്നു എനിക്ക്. ഞാനിപ്പം കുഞ്ഞുങ്ങളെ പോലെ പഠിക്കുക. അപ്പൊ ഈ 35 വയസ്സായ ആള് കിടന്നുണ്ട്. എന്റെ അമ്മയുടെ ഏജ് ഉണ്ട്. എന്റെ അമ്മയ്ക്ക് 55 വയസ്സുണ്ട്. ഉണ്ട്. എന്റെ മോൾക്ക് ഇപ്പൊ 27 വയസ്സുണ്ട്. ഡോണ്ട് വറി നൈസി, ഞാനുണ്ട് കൂടെ. ഇതില് ഞാൻ വടി കുത്തിപ്പിടിച്ചാലും ഇനി പഠിക്കും. എങ്ങനെ വടി കുത്തിപ്പിടിക്കുമ്പോഴും പഠിക്കുമെന്ന്. ആകെ എനിക്കിതില് അങ്ങനെ കമ്പനിയായിട്ട് ആരുമില്ല. ഞാനിതില് ഫാത്തിമ ഷമീർ എന്ന് പറഞ്ഞ അവളുമായിട്ട് ഇടയ്ക്ക് മെസ്സേജ് ആയിട്ട് കമ്പനി ആയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു പത്മാവതി ചേച്ചിയായിട്ട് ഒരു ടൈമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവർക്കും മെസ്സേജ് ഇടാം. താങ്ക് യു മാം. അപ്പോ എന്താ പറയാ, നമുക്ക് വയസ്സൊരു പ്രശ്നമേ അല്ലാതെ അത് മനസ്സിലാക്കാം. നമ്മുടെ ഉള്ളിലാണ് പ്രായം തോന്നുന്നത്. ഓക്കെ, ഇപ്പോഴും എന്താണ് ശരിക്കും പറഞ്ഞാൽ 30 കഴിയുമ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിലേക്ക് പോവുക കൂടുതൽ, അല്ലെ? അതുവരെ നമ്മൾ കുട്ടികളാണ്. ഓക്കെ, ശരി. പക്ഷെ 30 ആകുമ്പോൾ പ്രായം വന്നല്ലോ, പിന്നെ പഴയതൊക്കെ പോകണം. അതെ, ഈ കോഴ്സിൽ ചേർന്നപ്പോ നമ്മളും കുട്ടികൾ, കാരണം നമുക്കിപ്പോ മാം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കുട്ടികളാണല്ലോ. ആ ഒരു ലെവലായി. 30 കഴിയുമ്പോഴല്ല, 50 കഴിയുമ്പോഴാണ് കുട്ടികളാകുന്നത്. അങ്ങനെ നോക്കുമ്പോ ഉഷ ചേച്ചി ഇപ്പൊ കുഞ്ഞി കുട്ടിയാണെന്നാ പറയുന്നത്. അതെ, ഏറ്റവും ചെറിയ കുട്ടി ഇപ്പൊ ഉഷ ചേച്ചിയാ.
ആ ശരി, ഞാൻ അങ്ങനല്ലേ ആക്ടിങ് ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, എനിക്കൊക്കെ 30 ആ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടോ. 50 ആകുമ്പോൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കും നമുക്ക് ചിന്തിക്കാം, തീരെ ചെറുതായിരിക്കും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ആരാ? ഇങ്ങനെ സംസാരിക്കുമ്പോ കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയ ഒരു ഫീൽ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ക്ലാസ് എടുക്കാൻ പോവാ അങ്ങനെ ഒരു മൈൻഡാണ് എപ്പോഴും, അല്ലേ പൊതുവേ? സോ പിന്നെ എനിക്ക് സംസാരിക്കാൻ തോന്നി, അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മള് കണക്റ്റഡ് ആയ ഒരു ഫീൽ. ഓക്കെ, ഇനി ആരാ പറയാം? സംസാരിക്കൂ. ഹൂസ് നെക്സ്റ്റ്? ആരില്ല? ഇനി പോവാൻ. ആർക്കൊന്നും പറയാനില്ല? ആരാ? റീന? യെസ് മിസ്. യെസ്, ചുമ്മാ എനിക്ക് സംസാരിക്കൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ജോയിൻ ചെയ്യുന്നത്. സോ ഐ വാസ് ലിസണിങ്. ശരിയാ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞു എന്റെ. 22 ഡേയ്സിന്റെ ചെയ്തപ്പോ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. പിള്ളേരെ പഠിപ്പിക്കുന്നതും പല സ്വഭാവമുള്ള കുട്ടികളാണ്. ഐ മീൻ എനിക്ക് ഐ വാസ് ലക്കി, കാരണം എനിക്ക് പ്രീ KG തൊട്ടിട്ട് കിട്ടി ക്ലാസ്സസ്. പ്രീ KG, LKG ആൻഡ് UKG 3 ക്ലാസ്സും കിട്ടി. കൂടുതൽ നേരം പ്രീ KGയുടെ കൂടെ ആയിരുന്നു. പിന്നെ LKG UKGയിലും ക്ലാസ് എടുക്കാൻ പോവുമായിരുന്നു. ഇറ്റ് വാസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. കുറെ പേഷ്യൻസ് വേണം, അതേപോലെ കുറച്ച് സ്ട്രിക്റ്റും ആവണം. ചീത്ത പറയാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, ബട്ട് കൺട്രോൾ ചെയ്യണം അവരെ. അതൊക്കെ പഠിച്ചു. കുറെ കാര്യങ്ങൾ അറിയാൻ കിട്ടി. ദാറ്റ് വാസ് നൈസ്. ആൻഡ് എനിക്ക് അവിടെ തന്നെ ജോലിയും ശരിയായി. കൺഗ്രാറ്റ്സ് റീന. താങ്ക് യു സൈക്കോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് എന്താ മിസ്? കോഴ്സിലൂടെ നമുക്ക് ജോലി കിട്ടുന്ന അത് ഞാൻ ആ കണ്ടീഷൻ വെച്ചിട്ടാണ് അവരോട് പറഞ്ഞു, എനിക്ക് 1:30 to 2:30 ആ സ്ലോട്ട് എനിക്ക് ഫ്രീ ആക്കിയിട്ട് വിടണം എന്ന് ഞാൻ കണ്ടീഷൻ വെച്ചിട്ടാണ് accept ചെയ്ത ജോബ്. ആൻഡ് they were very happy to hire me. So അവർ ആ കണ്ടീഷൻസ് ഒക്കെ അഗ്രി ചെയ്തിട്ടുണ്ട്. ഇപ്പോ വർക്കിംഗ് ആണോ? ഇപ്പോ അല്ല, എന്നോട് വരാൻ പറഞ്ഞ കണ്ടിന്യൂ ചെയ്യാനെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ 2 മാസം എനിക്ക് പഠിക്കണം. പിന്നെ മെയ് മുതൽക്കാണ് ജോയിൻ ചെയ്തത്. മെയ് 19th മുതൽക്ക് എല്ലാ ടീച്ചേഴ്സും ജോയിൻ ചെയ്യേണ്ടി വരും. പിന്നെ ട്രെയിനിങ് ഉണ്ടാവും. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇപ്പൊ ഉണ്ടാവല്ലോ. ഇപ്പൊ ഇനിയിപ്പോ ആനുവൽ ഡേ ഒക്കെ ഉണ്ട് അവരുടെ. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 22 ഡേയ്സ് അവിടെ ഉണ്ടായിരുന്നപ്പോ ഐ വാസ് ഹെൽപ്പിംഗ് ദ ടീച്ചേഴ്സ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആനുവൽ ഡേന്റെ 2 ദിവസം മുമ്പേ ഒക്കെ വരണം, ആനുവൽ ഡേക്കും വരണം ഹെൽപ്പ് ചെയ്യാനും ടീച്ചേഴ്സിന്. സോ ദാറ്റ് എനിക്കും അറിയാൻ പറ്റുമല്ലോ എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ് നടക്കുന്നത്, കാര്യങ്ങളൊക്കെ. അപ്പോ ആ സമയത്താണ് എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും അവര് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോ പ്രീ KG ഇൻചാർജ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അസിസ്റ്റന്റ് ടീച്ചറും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ്സസും എടുക്കേണ്ടി വരും, LKG UKG. സോ നല്ലൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഐ ആം ഹാപ്പി. ടോട്ടലി വേൾഡ് ആണ് വർക്ക് ചെയ്തത്. അപ്പൊ അതിൽ നിന്നും കുറെ വ്യത്യസ്തമായ ഒരു ഫീൽഡാണ് ടീച്ചിങ്. ഒരു കിഡ്സിന്റെ വേൾഡ്, ഒരു അഡൽട്ട് ഇതൊന്നും ഒരു കിഡ്സ് വേൾഡിലേക്ക് വരുമ്പോ അതിൻ്റെതായ ഒരു
മാറ്റങ്ങളുണ്ട്. ഡിഫറെന്റ്, ടോട്ടലി ഡിഫറെന്റ്. ബട്ട് ഐ ആം എൻജോയിങ് ഇറ്റ്. ഓക്കെ, അത് ചെറിയൊരു ചേഞ്ച് തരാമല്ലോ അല്ലേ? ഏറ്റവും കുറെ പഠിക്കാൻ കിട്ടും, ആക്ച്വലി പഠിക്കാൻ കിട്ടും. കാരണം വി ഗെറ്റ് ടു ലേൺ ഫ്രം കിഡ്സ് ഓൾസോ. അവരുടെ അടുത്തുനിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. അവര് നമ്മളെ കുറെ കാര്യങ്ങൾ ഇൻഫാക്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അവരെ പഠിപ്പിക്കുന്നതിലും അവരും കുറെ കാര്യങ്ങൾ നമുക്ക് അവരുടെ അടുത്തുനിന്ന് പഠിക്കുന്നു. ഐ മീൻ ഡിഫറെന്റ് വേൾഡ് ആയിരിക്കും നമ്മള് ആ സമയത്ത്. ഒരു ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നിയത് എന്റെ ഈ ഫോൺ നോക്കൽ കുറെ കുറഞ്ഞിരിക്കുന്നു. ബിക്കോസ് 8:15 ദ ടൈം ഐ റീച്ച് ദ സ്കൂൾ, ആ സമയം മുതൽക്ക് 3 o'clock വരെ ഐ കാൻ ടച്ച് ദ ഫോൺ. ഞാൻ ഫോൺ ടച്ചേ ചെയ്തിട്ടില്ല ഈ 22 days വിത്തൗട്ട് ഫോൺ. ആൻഡ് അത് വലിയൊരു കാര്യമാണ് ആക്ച്വലി. ഒരു അഡിക്ഷൻ ആണ്. ശരിക്കും അഡിക്ഷൻ എന്നാ പറയാ, അങ്ങനെ പറയണം. അഡിക്ഷൻ പോയി. അതെ, സത്യമായിട്ട്. അല്ലെങ്കിൽ എപ്പോഴും ഫോണിൽ അതും ഒരു നല്ല കാര്യമാണ്. നല്ല ഐ മീൻ മോണ്ടിസോറി വേയിൽ എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അവരെന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ട്രസ്റ്റി എന്നോട് ചോദിച്ചു എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്, നമുക്ക് ഇനിയും കുറെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ട് സ്കൂളില് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എന്താ പറയാ, ഭയങ്കര സന്തോഷം കേട്ടപ്പോ, ഒരുപാട് സന്തോഷം. താങ്ക് യു മിസ്. ഓക്കെ റീന, all credit goes to you and the staff of Smart Shri, Jaydev sir, Jisha miss, എല്ലാവരും, എല്ലാ മിസ്സുമാരും ആൻഡ് സ്റ്റാഫ് എല്ലാവരും, സപ്പോർട്ട് സ്റ്റാഫ് അടക്കം ഗൈഡ് ചെയ്തവരും ഒക്കെ. ഓക്കെ, ഈ കാര്യം സാറിനെ വിളിച്ചിട്ടോ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു, ഞാൻ പേഴ്സണലി മെസ്സേജ് ഇട്ടായിരുന്നു സാറിന്. സാർ നോക്കിയിട്ടുണ്ട്, അക്നോളജ് ചെയ്തു. കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേൾക്കുമ്പോൾ. കാരണം സാറിന് ഇൻഫർമേഷൻ വരുമ്പോ, എന്തെങ്കിലും ഇത് വരുമ്പോ എല്ലാവരും അറിയും. അറിയിക്കാറുണ്ട് സാർ. ഞാൻ അറിയിച്ചിട്ടുണ്ട് മിസ്റ്റർ. ഐ പേഴ്സണലി ടെക്സ്റ്റഡ് ഹിം, കണ്ടിട്ടുമുണ്ട്. ഓക്കെ റീന, സന്തോഷം കൊണ്ടാണ് വാക്കുകൾ കിട്ടാറ്. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും പറയാൻ എനിക്ക് കിട്ടുന്നില്ല. എന്ന് ഞാൻ പറയാം. എന്ത് മിസ്? ഓക്കെ, എന്നിട്ട് പറയാൻ വന്നതാണോ റീന? അല്ലല്ല, ഐ തോട്ട് യു വർ സേയിങ് സംതിങ്. അതാ. ഓക്കെ, താങ്ക് യു. ഇനി ആരാ സംസാരിക്കാം? സമീറ. ഞാൻ സമീറ, എൻ്റെ വീട് ആലുവയിലാണ്. എനിക്ക് 2 കുട്ടികൾ. മൂത്ത ആള് പെൺകുട്ടി, ആള് 9th പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ആൺകുട്ടി, 5ൽ പഠിക്കുന്നു. ഞാനും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയേക്കണേ. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഓർമ്മ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു. ഇതിൽ കയറിയപ്പോ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കണ ഇത് എനിക്ക് നേരത്തെ പഠിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ അമ്മമാരൊക്കെ ഈ മോണ്ടിസോറി പഠിച്ചിട്ട് വരികയാണെങ്കിൽ കുട്ടികളോട് പെരുമാറുന്ന രീതിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ദേഷ്യപ്പെടണത്, അവരുടെ വളർച്ചയിലൊക്കെ ആക്കണൊക്കെ നമ്മൾ ഇപ്പൊ പഠിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യണമായിരുന്നല്ലേ എന്ന് തോന്നി. പിള്ളേരൊക്കെ വലിയതായില്ലേ, ആ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞില്ലേ. ഞാൻ ആലോചിക്കും, എല്ലാ അമ്മമാരും മോണ്ടിസോറി പഠിക്കുന്നത് നല്ലതാണ്. ടീച്ചേഴ്സ് ആവാൻ വേണ്ടി മാത്രമല്ല, കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് നല്ലതാണ് ആലോചിക്കാം. ശരിയാ, അവരുടെ സൈക്കോളജി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അത് നമ്മള് പൊതുവെ മക്കളുണ്ടാവും, നമുക്ക് സ്ട്രെസ് ഉണ്ട്, നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് അതൊക്കെ എഫക്ട് ചെയ്യും.
പക്ഷെ ആ കാരണം അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്കിപ്പോ തോന്നുന്നുണ്ട് കേട്ടോ അത്. ആ ടൈമിൽ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ. പിന്നെന്താ, ഇനി ആരാ പറയാ? ഹായ് മിസ്, എൻ്റെ പേര് അനാമൽ ഷാജി. വീട് ഇടുക്കി മുരിക്കാശ്ശേരിയിലാണ്. മാരീഡാണ്. ഒരു വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞാവയുണ്ട്. പിന്നെ എനിക്ക് ടീച്ചറാണെന്ന് പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അത് ഒരിതില്ലാതെ പോയി. ഇപ്പം M.Com കഴിഞ്ഞേക്കണത്. അപ്പം ഇപ്പൊ കുഞ്ഞാവയും കൊണ്ടിരിക്കുന്ന കാരണം എനിക്കിപ്പോൾ വേറെ പോയി പഠിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് അവൾക്ക് ഇപ്പോൾ 1-2 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്നുള്ള ഐഡിയയിലാണ് ഇരിക്കണത്. പിന്നെ മിസ്സിന്റെ ക്ലാസ് പറയുവാണെങ്കിൽ മിസ് കുറച്ച് പറഞ്ഞ പോലെ ഗ്രാമർ മിസ് പഠിപ്പിച്ചപ്പോഴാണ് ഇപ്പോൾ എനിക്ക് എന്നാ പറയുന്നത് ഇത്ര സിമ്പിളായിട്ട് തോന്നിയത്. അതിന് മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയാ അത്ര മനസ്സിലാവില്ല. മിസ് പറയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കൂലോ എന്ന് ഓർത്ത് നമ്മൾ പേടിയും കൊണ്ട് പിന്നെയും പിടിക്കും. ഇനി ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കുമ്പോൾ ഇപ്പം കുട്ടികൾക്ക് ഇപ്പൊ ഗ്രാമർ പഠിക്കാനുണ്ട്. അപ്പൊ മിസ് പറഞ്ഞ നോട്ടും കൂടെ വെച്ചാണ് പഠിപ്പിക്കുക. അപ്പൊ എനിക്ക് പഠിപ്പിക്കാനും എളുപ്പമാണ്. നമ്മളെ പഠിപ്പിക്കുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മള് പഠിക്കും, അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കും, അപ്പൊ നമ്മൾ പഠിക്കും. അതെ, ഇച്ചിരി കൂടെ മനസ്സിലാവും നമ്മൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ. അപ്പൊ മിസ് തന്ന എക്സാമ്പിളും പിന്നെ ഇന്നതൊക്കെയാന്ന് അപ്പൊ എനിക്കും അറിയാലോ. അപ്പൊ ഞാനും അതിന്റെ ഷോർട്ടായിട്ടൊക്കെ അവർക്കും പറഞ്ഞു കൊടുത്ത് അവരുടെ ടെസ്റ്റിലും എക്സാമ്പിളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ റെഫർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ പഠിക്കും. നല്ല കാര്യമാണ് കേട്ടോ. നമുക്ക് തന്നെ കുറച്ചുകൂടെ പറഞ്ഞ് നമ്മൾ എക്സ്പീരിയൻസ് ആവും. നമുക്ക് പിന്നെ എക്സാമ്പിൾസ് പറയാൻ സിമ്പിൾ ആയിരിക്കും. അപ്പൊ എപ്പോഴും ടീച്ചർ എല്ലാവരും ടീച്ചറാണ്. സോ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. പഠിപ്പിക്കുന്നത് എപ്പോഴും ഫോഴ്സ് ചെയ്യാതെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ആ ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യും. അവർക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ടീച്ചറായിട്ടിരിക്കും. ഓക്കെ. ഇനി ആരാ പറയാ? എൻ്റെ പേര് മഞ്ജുഷ. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. ഹസ്ബൻഡും തൃശ്ശൂർ തന്നെയാണ്. അഞ്ഞൂരാണ് ഹസ്ബൻഡിന്റെ വീട്. എൻ്റെ വീട് ചൊവ്വന്നൂരാണ്, കുന്നംകുളം. എനിക്ക് 6 വയസ്സുള്ള ഒരു മോനുണ്ട്. പിന്നെ താഴെയുള്ള ആള് 2.5 വയസ്സായിട്ടുള്ളൂ. 2 മക്കള്. ഹസ്ബൻഡ് ഒരു 3 കൊല്ലം മുന്നേ ഗൾഫിലായിരുന്നു. ഇപ്പോ ആൾക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ ഇപ്പൊ ഒന്നുമില്ല, അങ്ങനെ ഇരിപ്പാണ്. അപ്പൊ ഞാന് PG M.Com MBA കഴിഞ്ഞതാണ്. കഴിഞ്ഞിട്ടൊരു 8 കൊല്ലമായി. ഇതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നിനും പോകാൻ പറ്റിയില്ല. മോനെ നോക്കാനൊന്നും ആരും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ 2ാമത്തെ ആളായപ്പോഴും ഇതുപോലെ ഒന്നിനും പോകാൻ പറ്റുന്നില്ല. ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട്ടില്. അങ്ങനെയായിട്ടാണ് പോണത്. അപ്പോഴാണ് പിന്നെ ഈ കോഴ്സ് ഓൺലൈനായിട്ട് കണ്ടത്. അപ്പോ ഓൺലൈനായിട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഇപ്പൊ മോനേൽ ഈ പറഞ്ഞ പോലെ ദേഷ്യമായിരുന്നു. ക്ലാസ് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അവന് ക്ലാസ് നമ്മളിവിടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലാസ് കണ്ടപ്പോ നമുക്ക് ജിഷംസും ഒക്കെ പറയണ അങ്ങനെ ദേഷ്യപ്പെടാണ്ട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ട്യൂഷന്റെ കുട്ടികളായോടായാലും നമുക്ക് ഈ അവള് പറഞ്ഞ പോലെ അതിനെ പറഞ്ഞ പോലെ ഗ്രാമറും ഒക്കെ മിസ് പറഞ്ഞെന്ന് പറയാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു ഇതുണ്ട് ഇപ്പോ. അപ്പൊ എന്തായാലും ക്ലാസ് കൊണ്ട് നല്ലതായി. ഇനി ഇന്റേൺഷിപ്പിന് മോന്റെ അവിടെ തന്നെ പോണംന്ന് വിചാരിക്കുന്നുണ്ട്. ചോദിച്ചിട്ടുണ്ട് മിസ്സിനോട്. അങ്ങനെ ഓക്കെ. അങ്ങനെ ഇന്റേൺഷിപ്പ് പോയിട്ട് ഇപ്പൊ എല്ലാവർക്കും ജോലി അങ്ങനെ കിട്ടുന്നുണ്ട്. പൊതുവെ കിട്ടട്ടെ. താങ്ക് യു മിസ്. ഓക്കെ. മഞ്ജുഷ, പിന്നെ മിസ്സിന്റെ കുറച്ച് ക്ലാസ് എനിക്ക് കാണാൻ പറ്റാതെ വന്നു. ഇപ്പൊ ഒരു 1 മന്ത് ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അമ്മയ്ക്ക് സർജറി ആയിട്ട് അങ്ങനെയായിട്ട് കുറെ ക്ലാസ് ഗ്യാപ്പായി. അപ്പൊ കുറെയൊക്കെ ക്ലാസ് കാണാനിരിക്കുന്നുണ്ട് ഇനിയിപ്പോ. അപ്പൊ അതൊന്നും കണ്ടിട്ടില്ല. അതുപോലെ എക്സാമുകളുണ്ട്, അതിലെഴുതാനും പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത്. എന്നാലും ക്ലാസ് ഓൺലൈനിൽ മിക്കതും വരാൻ നോക്കുന്നുണ്ട്. സർജറിക്കായിട്ട് അമ്മ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെയാണ് അമ്മ. അമ്മയ്ക്ക് ക്യാൻസർ ആണ്. അപ്പോ അതൊരു 5 കൊല്ലം മുന്നേ ഉണ്ടായതാണ്.
അതൊക്കെ കുഴപ്പമില്ലാതൊക്കെ മാറി ഒരു 5 കൊല്ലം ഇപ്പോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഹെർണിയായി. അപ്പൊ ആ ഹെർണിയയുടെ സർജറിയാണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പോ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ അമ്മയ്ക്ക് വയറിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ബാഗാണ് ഇപ്പോ നമുക്ക് മോഷനൊക്കെ ബാഗാണ്. അപ്പൊ അതൊരു 2 മാസം കൂടി കഴിഞ്ഞ ഒരു സർജറിയും കൂടി വേണം. അത് റിട്ടേൺ ബാഗ് ഉള്ളിക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. എന്നാലും അതിന്റെ ഇടയിൽ ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ പറ്റുന്ന ടൈമിലൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോണു. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആരുടെയോട് ഉഷ്ണോടാണെങ്കിലും നോട്ട്സ് ചോദിച്ചാല് തരും. ഞാൻ ആ നോട്ട്സ് വിചാരിക്കുന്നുണ്ട് ചേച്ചീനെ വിളിച്ചിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ഫാത്തിമോടെങ്ങാനും ചോദിച്ചിട്ട് ക്ലിയർ ആക്കണം. ഗ്രാമറിന്റെ ഭാഗമൊക്കെ ഭയങ്കര ഇതാണ്. ക്ലാസ് കേട്ട് നമ്മൾ നോട്ട് എഴുതാൻ പറ്റണില്ല. അപ്പോ ഞാന് മിസ്സിന്റെ ക്ലാസ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ അടുത്തുള്ളപ്പോഴാണ് കണ്ടിട്ടൊക്കെ. പക്ഷെ അപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ല. എപ്പോഴും സിസ്റ്റർമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുകയും അപ്പൊ അതുകൊണ്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പൊ കേൾക്കാറുണ്ട്, ഞാൻ ഫോൺ ഓൺ ആക്കി എവിടെയെങ്കിലും വെക്കും, എന്നിട്ട് കേൾക്കാറുണ്ട്. പക്ഷെ ക്ലിയർ ആയിട്ട് നമ്മൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു മാസമായിട്ട് ഇപ്പൊ ഭയങ്കര ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കത് കുഴപ്പമില്ല. റെഡിയാക്കാം കേട്ടോ, സെറ്റ് ആക്കാം. മാക്സിമം നോട്ട്സ് കംപ്ലീറ്റ് ആക്കൂ. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് മനസ്സിലാവുന്നില്ല ചോദിക്കും, ഞാൻ ക്ലിയർ ചെയ്യും. ഓക്കെ മിസ്. ഓക്കെ. ഇനി ഒരാളും കൂടെ ഉള്ളൂല്ലോ പറയാം. അഞ്ജിത. എന്റെ വീട് കൊടുങ്ങല്ലൂര്, തൃശ്ശൂര് കൊടുങ്ങല്ലൂരാണ്. ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, എക്കണോമിക്സ് ആയിരുന്നു. അപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ഡാറ്റ എൻട്രിയുടെ കോഴ്സിന് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ PSC 3-4 വർഷം PSC പറഞ്ഞ് പോയി. എനിക്കിപ്പൊ മനസ്സിലായി PSC ഞാനും തമ്മില് അങ്ങ് ചേരണില്ല എന്ന് മനസ്സിലായപ്പോ വീട്ടുകാരെ എനിക്കും തോന്നി PSC ഒന്നും നോക്കാതെ. പക്ഷെ മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞു ഇതെനിക്ക് ചേരുന്ന പണിയല്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, പണ്ട് മുതൽ എനിക്ക് ടീച്ചറാവണമെന്ന് ഇതുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ മിസ്സിനോടൊക്കെ. കേട്ടവർക്ക് വീണ്ടും വീണ്ടും ഡിസേബിൾഡ് ആണ്, ഞാൻ ഹൈറ്റ് കുറവാണ്. അപ്പോ ഞാൻ വീട്ടിലെല്ലാവരും പറയും അതൊന്നും വേണ്ട, പിള്ളേര് നിന്നെ ഇതാക്കില്ല, കളിയാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയേ, അപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി പിള്ളേര് വലിയ കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുനടക്കാൻ കുഴപ്പമില്ല. പിള്ളേരുടെ ഭാഗത്തുനിന്ന് അവര് നമുക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വീണ്ടും സംസാരിച്ചു, എനിക്കിങ്ങനെ TTC പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിൽ കുറെ പേപ്പർ വർക്കും കാര്യങ്ങളും വന്നപ്പോ അത് വേണ്ട. അപ്പോഴാണ് മോണ്ടിസോറി നോക്കിയത്. അപ്പൊ എന്റെ അടുത്ത് ഒരു ഫ്രണ്ടാ പറഞ്ഞ ഇങ്ങനെ പറവൂര് ഇങ്ങനെ സംഭവം ഉണ്ട്, അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് PSC സൈഡിൽ കൂടെ കൊണ്ടുപോവാം, ഇതും നോക്കാലോ നേരിട്ട്. അങ്ങനെ ഞാൻ ഇതിക്ക് നോക്കണ, അങ്ങനെ ഞാൻ ഇതിൽ ചേർന്നു. കുഴപ്പമൊന്നുമില്ല, ക്ലാസ് നന്നായിട്ട് പോകും. അതിനിടയ്ക്ക് ഇപ്പൊ ചെറിയൊരു വർക്കിന് കയറി. അപ്പോ അത് ആ ചേച്ചി കുഴപ്പമില്ല, നീ ക്ലാസ് അറ്റൻഡ് ചെയ്തോ, അതൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോണു. വീട്ടിലെ അച്ഛനും അമ്മ ചേട്ടൻ. അപ്പോ ടീച്ചിങ് തമ്മിൽ എന്താ കണക്ഷൻ? അല്ല, ഈ കുട്ടികളല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമല്ലോ. അതിനെന്താ പറയാനൊരു പറയട്ടേനെ, കുട്ടികളല്ലേ, അത്രയും കുട്ടികളല്ലേ. ഞാനതല്ലേ പറയല്ലേ. അപ്പൊ വീട്ടുകാരെന്നെ ഇങ്ങനെ വയറ് കെയറിങ് ആണല്ലോ, സ്പെഷ്യൽ ആവുമ്പോ നമ്മളെ വയറ് കെയറിങ് ആവല്ലോ. അപ്പൊ പിള്ളേര് ഇതിലൊക്കെ പറയും നിനക്കത് ഫീലാവും അങ്ങനൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം എനിക്കും അതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഇതായപ്പോ എനിക്ക് മനസ്സിലായത് അമ്മ അത് പറയുന്നവരത് പറഞ്ഞു പോട്ടെ, അത് അവരുടെ ഒരു ഇത്. പിന്നെ ആ പറഞ്ഞവര് തന്നെ എന്നായിട്ട് നല്ല കമ്പനി ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ കുട്ടികളിലാണ്. അപ്പോ വീട്ടുകാരെ മുന്നിലാണെങ്കിൽ അച്ഛനോട് അവരോട് കാര്യം പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ബോൾഡാണ്. ആ ഒരു രീതിയിൽ പറയുമ്പോൾ അവർക്കും ആ ഒരു കോൺഫിഡൻസ് അവർക്കും വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുക. അതില് ഇപ്പോ എന്താണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. ഓക്കെ, അതാണ്. പിന്നെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയപ്പോഴോ കുറച്ചുകൂടി ധൈര്യമായ. കുട്ടികളെ നമ്മളുടെ ബിഹേവിയർ പോലെ ഇരിക്കുമല്ലോ കുട്ടികളുടെ തിരിച്ചുള്ളൊരിത്.
അങ്ങനെ അപ്പൊ എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ല. അവരെ കുട്ടികളായിട്ട് കണ്ടാ മതി ഇപ്പൊ. ആ അതെന്റെ അപ്പൊ പഴയ കുട്ടികളല്ലേ ഇത് വിചാരിച്ചാ എല്ലാ ഇഷ്യൂസും. അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് എവിടെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന് പോവാന്ന് കരുതി നിൽക്കാ എങ്ങനെയത്. അല്ലാതെ ഇങ്ങനെ വേറെ നോക്കിയില്ല ഞാൻ. കഴിഞ്ഞിട്ട് നോക്കാന്ന് കരുതി. എന്തായാലും ഇന്റേൺഷിപ്പിന് പോണോട്ടോ, മസ്റ്റ് ആയിട്ടും പോണം. അത് ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. അല്ല ഞാൻ അങ്ങനെ കരുതിയിട്ടാ നിക്കണേ. പിന്നെ ഈ പറഞ്ഞിട്ട് ചേച്ചിമാര് പറഞ്ഞല്ലോ ലാസ്റ്റ് ആയി സമയം കഴിഞ്ഞു, മീൻസ് ഈ ഇയർ കഴിഞ്ഞല്ലോ. അപ്പന് ഈ നെക്സ്റ്റ് ഇയർ ക്ലാസ് നടക്കുന്ന ഇടയിൽ പോവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ചിലപ്പോ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയും ഉണ്ട്, കറക്റ്റാണ്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പൊ ഈ ടൈമിൽ തന്നെ ഇന്റേൺഷിപ്പ് നടക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കണം. ഇപ്പോ ഇന്റേൺഷിപ്പിന് പോയി കോഴ്സ് കഴിയുമ്പോ ചിലപ്പോ അവിടെ ഗവൺമെന്റ് ആണെങ്കിൽ ജോലി കിട്ടിയാലോ. ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഭാഗ്യം പോലെ അത് കിട്ടുന്നേ അല്ലേ. അങ്ങനെ പോണു. എന്നിട്ട് ഇങ്ങനെ അപ്പൊ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ബോൾഡ് ആയിട്ടിരിക്കുക, വേറെ വിഷമിക്കുക, എല്ലാത്തിനെ പറ്റി മാത്രം ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു. ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. സോ കുറേയൊക്കെ എന്താണ് കുറച്ചുകൂടി നിങ്ങളായിട്ട് കണക്റ്റഡ് ആയ ഒരു ഫീൽ ഉണ്ട്. കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അറിഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് അല്ലല്ലോ, എന്താ ഇന്ററാക്ഷൻ ആയിരുന്നു, ഇന്ററാക്ഷൻ സെക്ഷൻ ആയിരുന്നു. ഓക്കെ, നല്ലായിരുന്നു എന്ന് തോന്നുന്നു നിങ്ങൾക്ക്? നിങ്ങളുടെ എന്താണ് ഇപ്പൊ നിൽക്കുന്നത് തോന്നാം? ബോറിംഗ് ആയിരുന്നോ എന്ന് തോന്നുന്നു? പറയൂ, ഉണ്ടായിരിക്കല്ലേ? ആരൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ലേ? ഇന്നത്തെ ഇന്ററാക്റ്റീവ് സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പോയോ എല്ലാവരും? ഉഷ, ഇങ്ങനെ ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഒപ്പീനിയൻ പറയൂ. ആരുമില്ല. സൈൻ ഔട്ട് ഉണ്ടോ? നോ. മിസ് നമ്മളെ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സിൽ ഇരുന്ന പോലെ തോന്നി ഇന്ന്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മളെല്ലാവരും അടുത്തുണ്ടായ പോലെ തോന്നി. എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഇത് പറഞ്ഞപ്പോ എല്ലാവരും അടുത്തുണ്ടായ പോലെ തോന്നി ഇന്നത്തെ ദിവസം. ആരുടെയും കാണുന്നില്ല വെച്ചാലും എല്ലാവരുടെയും എന്താ പറയാ വോയിസ് കേട്ടു. അതുപോലെ തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. പിന്നെ ഒരു കാര്യം, കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് എല്ലാവരും ക്യാമറ ഓൺ ചെയ്തൊന്ന് സംസാരിക്കുന്നുണ്ടോ? എനിക്കും കൂടെ കാണണ്ടേ നിങ്ങളെ? ഓക്കെ, നിർബന്ധിക്കില്ല മാത്രം, പക്ഷെ കാണുന്നതിൽ ആഗ്രഹമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ഫൈൻഡ് അപ്പ് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ടോപ്പിക് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു. Thank you so much. Okay, ma'am. Thank you.